പിതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ജിസാമോൾ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സേവത്തോട് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്, ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസം 9-ാം തീയതിയാണ്. എന്നാൽ അതിനു മുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 2019 അവസാന മാസം കുറേ അസ്വസ്ഥതകളൊക്കെ കാണിച്ചു. ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ എന്താണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളൊരു സ്കാൻ എടുത്ത് നോക്കിയപ്പോഴാണ് അമ്മയ്ക്ക് സ്റ്റേജ് 4 ഒവേറിയൻ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അന്നാണ് ഞാനും എൻ്റെ അപ്പയും എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മണ്ണിലേക്ക് ഓടി വരുന്നത്. അന്ന് ഈ സന്നിധിയെ ചവിടിയപ്പോൾ തന്നെ ഞാൻ കേട്ട സാക്ഷ്യം ഇതുപോലെ ഒരാൾ ക്യാൻസർ അസുഖം ബാധിച്ച് സൗഖ്യം കിട്ടിയ ഒരു സാക്ഷ്യമായിരുന്നു. അന്ന് ഇവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം എൻ്റെ അപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലൂടെ കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും കാശ്രൂപവും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് നൽകി. അമ്മ ആ സമയത്തൊക്കെ ആഹാരം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സർജറി ചെയ്യുന്ന സമയത്ത് പോലും ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഉറപ്പില്ല, രക്ഷപ്പെടുവോ, എന്ത് ചെയ്യുമെന്നറിയില്ല, 4th സ്റ്റേജാണ്. എന്നാൽ ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം നൽകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ ഫലമായാണ് ഹെസിക്കേൽ പ്രവാചകന് 15 വർഷം ആയുസ് നീട്ടിക്കൊടുത്ത എൻ്റെ കർത്താവ് എൻ്റെ അമ്മയ്ക്ക് ഇന്നോളം ആയുസ് നീട്ടി തന്നു. രണ്ടാമതായിട്ട് ഞാൻ OET എഴുതി പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ 2 തവണ OET എഴുതി. ആദ്യം എനിക്ക് 2 B കിട്ടി, 2 C+ കിട്ടി. ഒന്നാമത്തെ തവണ എഴുതിയപ്പോഴും രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും എനിക്ക് സ്കോർ അങ്ങനെയായിരുന്നു. മൂന്നാമത്തെ തവണ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അങ്ങനെ ഓഗസ്റ്റ് 19-ാം തീയതി ഞാൻ OET എക്സാം എഴുതി. എൻ്റെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഞാൻ ഉപ്പൊക്കെ പോക്കറ്റിട്ടുകൊണ്ട് പോയി എക്സാം എഴുതിയ സമയത്ത് അവിടെയൊക്കെ ഇടുകയും സ്പീക്കിങ്ങിൻ്റെ സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്തു. അതുപോലെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. തൈലം ഞാൻ പൂശിയിരുന്നു. അങ്ങനെ എനിക്ക് OET എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് ഉന്നതമായ വിജയം നൽകി എന്നെ മാനിച്ചു. അതിനുശേഷം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് കുറേ പേര് എന്നോട് പറഞ്ഞു, ഇപ്പം അയർലൻഡിലൂടെ നേഴ്സുമാരും ഒന്നും എടുക്കുന്നില്ല, അഥവാ എടുത്താൽ തന്നെ ഇവിടെ പ്രോസസ്സിങ് ഭയങ്കര പാടാണെന്നൊക്കെ. എന്നാൽ ഞാൻ ഒരു മാസമൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഒക്ടോബർ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. DL അപ്ലൈ ചെയ്തു. സാധാരണ DL ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. എന്നാൽ എൻ്റെ പരിശുദ്ധമായി എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ക്വയറി പോലും വരാതെ DL ലഭിച്ചു. അതിനുശേഷം ഇൻ്റർവ്യൂസിനൊക്കെ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് 3 ഇൻ്റർവ്യൂസിനാണ് എന്നെ സെലക്ട് ചെയ്തത്. അതിലൊന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു ഏജൻസിയുടെ പോലും സഹായമില്ലാതെ സെൻറ്റ് ജെയിംസ് എന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അതിനുശേഷമുള്ള ഓരോ ഇതും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് എനിക്ക് മുമ്പേ പോയി എനിക്ക് വഴിയൊരുക്കിയ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ എൻ്റെ പ്രോസസ്സിൻ്റെ ടൈം എനിക്ക് ഷോർട്ടൻ ചെയ്തു തന്നു. മെയിൽ അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവരെനിക്ക് ജനുവരിയിൽ എന്നോട് പറഞ്ഞു ഏപ്രിലിൽ നമുക്ക് അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ AWS വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് വെറും 3 ദിവസം കൊണ്ട് AWS കിട്ടുകയും വിസ 4 തൊട്ട് 6 ആഴ്ച വരെ എടുക്കുന്ന വിസ എനിക്ക് വെറും 14 ദിവസം കൂടി കിട്ടുകയും ചെയ്തു. ഞാൻ അടുത്ത മാസം പരിശുദ്ധ അമ്മയുടെ കൃപയിൽ അയർലൻഡിൽ പോവാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് 15 വർഷമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ചു. എന്നാൽ അവിടെ ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾ ലോറമേനെയാണ് വെള്ളത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത്. അങ്ങനെ വേനൽക്കാലമാകുമ്പോൾ ഞങ്ങൾ പൈസ കൊടുത്താണ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ബോർവെൽ അടിക്കാം. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ച് ഞങ്ങൾ തന്നെ ഒരു സ്ഥലം നോക്കി അവിടെ അത് അടിക്കുന്നതിന് മുമ്പ് ഉപ്പും തൈലവും ഒഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ കുഴൽക്കിണർ അടിച്ചു. എന്നാൽ അടിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കുറച്ച് വെള്ളം കണ്ടെങ്കിലും 400 അടി അടിക്കുന്നിടം വരെ പിന്നെ ഒരു വെള്ളം പോലും കണ്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. 400 അടി ഞങ്ങൾ നിർത്തി. ഞങ്ങൾ വിശ്വസിച്ചു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വെള്ളം തരും. ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കുഴൽക്കിണർ മൂടി വെച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് അത് പിന്നെ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് ഞങ്ങൾ വെള്ളം അളന്ന് നോക്കിയപ്പോൾ 400 അടിയിൽ 350 അടി വെള്ളം തന്ന ദൈവം ഞങ്ങളെ സഹായിച്ചു. അതും ഈ ഉണക്കിൻ്റെ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയില്ല ഞങ്ങൾക്ക് ആരും അവിടെ വെള്ളം തരത്തില്ല. മഴയാണെങ്കിൽ നമുക്ക് പറയുമായിരുന്നു അത് ഉറവ വെള്ളമാണ്. പക്ഷേ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ അവിടെ ഞങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിച്ചു. 4മതായിട്ട് എൻ്റെ ചേച്ചി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. സൗദിക്ക് അവിടെ പ്രോമറ്റിക് എക്സാം പാസ്സാവണം. എല്ലാവരും നാട്ടിൽ നിന്ന് എഴുതി പോകുന്നു. എന്നാൽ സൗദി പോയിരുന്നവർക്ക് അവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു മാതാവെ. കാരണം അവിടുന്ന് കിട്ടാതെ ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട് ഈ എക്സാം കിട്ടാതെ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ചേച്ചി എക്സാം പാസ്സാവണം, കാരണം ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയുമില്ല. അങ്ങനെ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു. ചേച്ചി ഏത് ടോപ്പിക്കിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വേണമെന്ന് പ്രാർത്ഥിച്ചോ ആ ഭാഗത്തുനിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്നു. ചേച്ചിക്ക് നല്ല മാർക്കോടെ ആദ്യം തവണ തന്നെ പാസ്സാവാൻ പറ്റി. അങ്ങനെ അനവധിയായ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറുതും വലുതുമായ വലിയ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ എന്നെ കാണുന്നവർക്കും എന്നെ അറിയാത്തവർക്കും ഞാൻ പത്രങ്ങൾ വീടുകളിൽ പോയി കൊടുക്കാറുണ്ട്, അല്ലാതെ വഴിവെച്ച് കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. എന്നെയും കൊണ്ടാവുന്ന സഹായം പരിശുദ്ധ അമ്മയുടെ നാമം പ്രഘോഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തെ ചെയ്ത എല്ലാ നന്മകൾക്കും 1000 നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കുവാനും ജപമാല ചൊല്ലുവാനും സമയം കണ്ടെത്തി യേശുവിനോട് കൂടുതൽ എടുക്കുവാനും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തെ യേശുവിനോട് കൂടുതൽ എടുക്കാനും ഈ ഉടമ്പടി ജീവിതം വരെ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്.